ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് തസ്തികകളിലെ നിയമനത്തിന് മെയ് 21 അഭിമുഖം നടത്തുന്നുണ്ട്. 10ാം ക്ലാസ്സും ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ 2ാം നിലയിലെ കോൺഫറൻസ് ഹാളിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയും അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ അഭിമുഖം രാവിലെ 10:30 പഞ്ചകർമ്മ അസിസ്റ്റൻറ്റിൻ്റെ അഭിമുഖം രാവിലെ 11:30 നടക്കും. അടുത്തത് സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഫീഡ് അനലിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. 1/1/2025 41 വയസ്സ് കവിയാൻ പാടില്ല. വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ അനിമൽ ന്യൂട്രീഷൻ ഡിഗ്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കാർഷിക സർവകലാശാല എന്നിവയിൽ നിന്നും ഫീഡ് അനാലിസിസ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് 24 ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള NOC ഹാജരാക്കേണ്ടതാണ്. അടുത്തത് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൽ ക്ലർക്ക് തസ്തികയിൽ കരാർ നിയമനത്തിന് മെയ് 21 അഭിമുഖം നടത്തുന്നുണ്ട്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം രാവിലെ 10 മണിക്ക് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൽ ഹാജരാവണം. വിലാസം: ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ്, ആഞ്ജനേയ TC 9/1023, ഗ്രൗണ്ട് ഫ്ലോർ, ശാസ്തമംഗലം, തിരുവനന്തപുരം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹിയറിംഗ് ഇംപേർഡ് ബാച്ചിൽ ഗസ്റ്റ് ഇന്റർപ്രറ്റർ തസ്തികയിലെ നിയമനത്തിന് മെയ് 21 അഭിമുഖം നടക്കുന്നുണ്ട്. MSW അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MA സോഷ്യോളജിയും DISLA ഡിപ്ലോമയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10 മണിക്ക് സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാവണം. അടുത്തത് കൊല്ലം ജില്ലയിൽ കേരള സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്ററിൽ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. സയൻസ്, ഹെൽത്ത്, സോഷ്യൽ സയൻസ് വിഷയത്തിലുള്ള ബിരുദവും MPH അല്ലെങ്കിൽ MSc നഴ്സിംഗ് അല്ലെങ്കിൽ MSW എന്നിവയിലുള്ള ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അവസാന തീയതി മെയ് 22 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ വാഴക്കുളം അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസ് പരിധിയിലെ ചൂർണിക്കര പഞ്ചായത്തിൽ 7ാം വാർഡിലെ 106 നമ്പർ അങ്കണവാടി കൃഷിയിലേക്ക് കൃഷി വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും സേവന തൽപരത ഉള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും 2025 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ +2 പാസ്സായിരിക്കണം. അപേക്ഷകൾ മെയ് 23 വൈകിട്ട് 5 മണി വരെ തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും. അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന അതേ വാർഡിലുള്ള യോഗ്യരായവർക്കാണ് മുൻഗണന. കൃഷി വർക്കർമാരുടെ പ്രതിമാസ ഹോണറേറിയം 5500 രൂപയാണ്. പ്രവർത്തന സമയം രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 വരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷയുടെ മാതൃക വാഴക്കുളം അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസ്, ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിൽ വരുന്ന ഇലഞ്ഞി പഞ്ചായത്തിലെ 6ാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുരം അങ്കണവാടി കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. 6ാം വാർഡ് താമസക്കാരായിരിക്കണം അപേക്ഷകർ. അർഹതപ്പെട്ട അപേക്ഷകർ ഇല്ലെങ്കിൽ സമീപ വാർഡായ 5, 7, 8, 9 വാർഡുകളിലെ അപേക്ഷകരെയും പരിഗണിക്കും. യോഗ്യത 10ാം ക്ലാസ് ആണ്. പ്രായം 2025 ജനുവരി 1 35 വയസ്സ് തികയാൻ പാടില്ല.
പൂരിപ്പിച്ച അപേക്ഷകൾ വിദ്യാഭ്യാസം, പ്രായം, ജാതിയും മതവും താമസം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മെയ് 30 ഉച്ചയ്ക്ക് 2 മണി വരെ നേരിട്ടോ തപാൽ മാർഗമോ പാമ്പാക്കുട ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിക്കണം. തപാലിൽ അയക്കുന്നവർ മെയ് 30-നകം കിട്ടത്തക്ക രീതിയിൽ ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, പാമ്പാക്കുട, അഞ്ചൽപ്പെട്ടി PO, പിൻ നമ്പർ 686667 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ തൃത്താല ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിൽ വരുന്ന തൃത്താല, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ അങ്കണവാടി ഹെൽപ്പർ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC പാസ്സാകാത്ത 46 വയസ്സ് പ്രായപരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.